to my channel Toniasm Limited. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ അബുദാബിയിലാണ്. അബുദാബി വ്ളോഗ്, ട്രാവൽ വ്ളോഗ് ഞാൻ ഓൾറെഡി ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്യുക. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, ഞാൻ കുറേ നാളുകളായിട്ട് വിചാരിക്കുന്നു ഹെയർ ഒന്ന് കട്ട് ചെയ്യണം, എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി. കാരണം ആഫ്റ്റർ പ്രഗ്നൻസി ഒരുപാട് ഹെയർ ലോസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വൃത്തികേടായിട്ടുണ്ടായിരുന്നു എൻ്റെ ഹെയർ. അപ്പോൾ എനിക്ക് എവിടേക്ക് പുറത്തേക്ക് പോകുമ്പോൾ എനിക്ക് എൻ്റെ ഒരു കോൺഫിഡൻസ് കുറവ് വരായിരുന്നു. കാരണം എൻ്റെ ഹെയർ, നമ്മൾ എന്തൊക്കെ ഫേസിൽ ചെയ്താലും നമ്മുടെ ഹെയർ കൊള്ളില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ബാഡ്. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ കൊച്ചു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, പിന്നെ സബ്സ്ക്രൈബിൻ്റെ അപ്പുറത്താണ് ചിലൊരു ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്താലാണ് കേട്ടോ എൻ്റെ ഇതുപോലത്തെ കൊച്ചു കൊച്ചു വീഡിയോസ് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും നോട്ടിഫിക്കേഷനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ഒരു ഹെയർ ജേണിയാണ്. ഞാൻ മാരേജിൻ്റെ മുമ്പ്, അതായത് 5 years ബാക്ക് ഞാൻ ഓൾറെഡി ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സ്മൂത്തനിങ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കല്യാണം ആ ഒരു പ്രമാണിച്ച് ഞാൻ ചെയ്തതാണ്. പക്ഷേ ഇത്ര ഷോർട്ട് ആയിരുന്നില്ല, അവിടെ കുറച്ച് ലോങ് ഹെയർസ് ആയിരുന്നു. ചെയ്തു. അതിൻ്റെ കണ്ടീഷണറും ഞാൻ ആ സമയത്ത് എനിക്ക് അങ്ങനെ അറിയുന്നുണ്ടായിരുന്നില്ല. സെയിം കണ്ടീഷണറും സെയിം ഷാമ്പു യൂസ് ചെയ്യുന്നത്, നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് ഏത് ബ്രാൻഡിൻ്റെ ആണോ അതിൻ്റെ കണ്ടീഷണറും ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യുന്നത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാനത് യൂസ് ചെയ്തു. പക്ഷേ അത് 1 year വരെ എൻ്റെ സൗണ്ട് കേട്ടിട്ട് വേറൊരു കൊച്ചു കുറുമ്പ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു തന്നത്, അപ്പോൾ ആ ഒരു ടൈമിങ്ങിൽ ഞാൻ ഇത് മൊത്തത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്, എന്നെപ്പോലെ നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ് ഇതിൻ്റെ കെയറിങ്ങും, ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ജേർണി വരുന്നത്. നമ്മൾ ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ കെയർ ചെയ്യുന്നത്, അതനുസരിച്ചിരിക്കും നമ്മളുടെ മുടിയുടെ ആ ഒരു ഗ്രോത്തും സ്ട്രെങ്ത്തും എല്ലാം ഇരിക്കുന്നത്. അങ്ങനെ ഞാനപ്പോൾ ആ ടൈമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ സാധാ ഷാമ്പുവും പിന്നെ അങ്ങനെ യൂസ് ചെയ്ത്, വെളിച്ചെണ്ണ ഓയിൽ ഒട്ടും യൂസ് ചെയ്തിട്ടുണ്ടായില്ല. അത് ഞാൻ അവിടെ ചെയ്ത ബ്യൂട്ടീഷ്യൻ തന്നെ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആളെൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്തതാണ് ഇതിൻ്റെ ഷാമ്പുവും കണ്ടീഷണറും തരാമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട അതിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ആളെടുത്ത് പറഞ്ഞു. അത് കഴിഞ്ഞ് അതൊരു, എനിക്ക് തോന്നുന്നു അതൊരു 1 year ഒന്നും ഇരുന്നില്ല എന്ന് തോന്നുന്നു. 1 year 6 months ഒക്കെ ഇരുന്നു മാക്സിമം. അത് കഴിഞ്ഞതിന് ശേഷം അപ്പോഴും എൻ്റെ മുടി, ഒന്നാമത് എൻ്റെ മുടി ഭയങ്കര പറന്ന് നിൽക്കുന്ന ടൈപ്പ് ഹെയർ ആണ് എൻ്റെ ഓൾറെഡി. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അവിടെ ഇവിടേക്ക് ഒരു പറന്ന് നിൽക്കുന്ന ഒരു ഫീലിംഗ് എനിക്ക് വരും, എൻ്റെ ഹെയറിൽ വരും. അപ്പോൾ അതെനിക്ക് വലിയ താല്പര്യമില്ല, അത് കൂടുതലാണ്. അപ്പോൾ എനിക്ക് ആ സമയത്തൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാണല്ലോ സോഷ്യൽ മീഡിയ ഒക്കെ വന്ന് നമുക്ക് യൂട്യൂബൊക്കെ നോക്കി നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും യൂട്യൂബിലുണ്ടാവും അല്ലേ. അപ്പം അങ്ങനെ ഞാൻ ആ ടൈമിൽ അങ്ങനെ വീണ്ടും പഴയ ഹെയറൊക്കെ വന്നു, നല്ല രീതിയിൽ വൃത്തികേടായി ഹെയർ. പിന്നെ ഓൾറെഡി പക്ഷെ ഞാൻ വേറെ ഒന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ ഞാൻ ഒന്നും ചെയ്യാത്ത കാരണം കൊണ്ട് എൻ്റെ പഴയ ഹെയർ, ഫുൾ ഹെയർ എൻ്റെ പഴയ ഹെയർ തന്നെ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1 year കഴിഞ്ഞ്, 1.5 year കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. കാരണം ഫുൾ ഹെയർ വന്നാലും പക്ഷെ ഭയങ്കര ഒരു ചെറിയ രീതിയിൽ മറ്റ് പഴയ ഹെയറും പിന്നെ ചെറിയ രീതിയിൽ അങ്ങനെ ഒരു സുഖമില്ലാത്ത രീതിയിൽ നിൽക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്, എൻ്റെ അനിയൻ്റെ മാരേജ് ഉണ്ടായിരുന്നു. ആ ടൈമിങ്ങിൽ ഞാൻ ഒന്നും കൂടി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പക്ഷെ എനിക്ക് പറ്റിയ പൊട്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ചെയ്തത് ഏത് ട്രീറ്റ്മെൻ്റ് ആണെന്ന് ഞാൻ ചെക്ക് ഔട്ട് ചെയ്തില്ല. അതായത് നമ്മൾ പല ബ്രാൻഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഏതാണോ ഫസ്റ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് അത് തന്നെ മാക്സിമം കണ്ടിന്യൂ ചെയ്യാനായിട്ട്, പിന്നെ ബെസ്റ്റ് തന്നെ ചെയ്യാനായിട്ട് നോക്കാം. അപ്പം അങ്ങനെ ഞാൻ രണ്ടാമത് ചെയ്യാൻ പോയപ്പോൾ അത് വേറെ സ്ഥലത്താണ് പോയി ചെയ്തത്. അപ്പം അങ്ങനെ അവിടെ പോയി ചെയ്യാൻ പോയപ്പോൾ എന്നോട് ഇവർ ചോദിച്ചു, ആദ്യം ട്രീറ്റ്മെൻറ്റ് ചെയ്തത് ഏതാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെട്രിക്സിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ആണ് എനിക്ക് ചെയ്തത്. അത് കുഴപ്പമൊന്നുണ്ടായിരുന്നില്ല. ഞാൻ പക്ഷെ അപ്പോഴും ഞാൻ അതിൻ്റെ ഷാമ്പു യൂസ് ചെയ്തു, പക്ഷെ കണ്ടീഷണർ യൂസ് ചെയ്തില്ല. പക്ഷെ ശരിക്കും 2 യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മുടിയിൽ നമ്മളിത് ചെയ്തുകൊണ്ടുള്ള വല്ല ഉപകാരം വരുന്നത്. അത് 2 യൂസ് ചെയ്യുമ്പോഴാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് 6 months 7 months ഒക്കെ ആയപ്പോഴേക്കും വീണ്ടും എൻ്റെ മുടി പണ്ടത്തെ ചങ്കരം തെങ്ങുമ്പോൾ തന്നെ ആയി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നെ എനിക്ക് പ്രാന്തായി. പിന്നെ പിള്ളേരായി. പിന്നെ ഞാൻ വീണ്ടും ഡെലിവറി ടൈം ആയിരുന്നു. പിന്നെ അങ്ങനെ ഹെയറിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. കാരണം ഡെലിവറി ടൈമിൽ നമുക്ക് അങ്ങനെ വേറെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഹെയറിൽ ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്തില്ല. അത് കഴിഞ്ഞ് പിന്നെ
ഒരു പിന്നെ വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ 1.5 years ആയപ്പോൾ വീണ്ടും പ്രഗ്നൻ്റ് ആയി. അപ്പോൾ പിന്നെ വീണ്ടും അങ്ങനെ തന്നെയാണ്. പിന്നെ അത്രയും നാൾ ചെയ്യാണ്ടിരുന്നപ്പോൾ എൻ്റെ മുടി പണ്ടത്തെ മുടി വന്നു. പക്ഷേ ആഫ്റ്റർ ഡെലിവറി വരുന്ന ഹെയർ ഫോൾ കൂടി വന്നു. മനസ്സിലായി? ചിലപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടാവാം, എനിക്കറിയില്ല. അപ്പം എനിക്ക് പുറത്തേക്ക് പോകാത്ത രീതിയിലുള്ള എന്താടാ അപ്പോൾ ആ ടൈമിൽ ഞാൻ പിന്നെ ഒന്നും ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് കുറവെന്ന് പറയാൻ പറ്റില്ല. അത്രമാതിരി കോൺഫിഡൻസ് കുറവ്. കാരണം എനിക്ക് ഒന്നാമത് ഞാൻ പോണിട്ടൈലിലാണ്. അപ്പം ഞാൻ പോണിട്ടൈൽ കെട്ടിക്കഴിയുമ്പോൾ തുമ്പ് ഭയങ്കര ഗ്ലാസ് പോലെ, ഇതിങ്ങനെ കൂട് പോലെ. പണ്ട് എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പം എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര എന്തോ പോലെയാണ് എനിക്ക്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബേബി ഹെയർസ് വന്ന് മുടി മൊത്തത്തിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോകാൻ വേണ്ടി മുടിയൊന്ന് കെട്ടി കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ കോൺഫിഡൻസ് കുറവും പോകാനായിട്ടുള്ളൊരു ഇഷ്ടക്കുറവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഇപ്പം ഞാൻ അബുദാബിക്ക് വരുന്ന ഒരു ഇത് വന്നത്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ ഓൾറെഡി എൻ്റെ മുടി മൊത്തം പോയി, നല്ല രീതിയിൽ കൊഴിഞ്ഞു, ഞാൻ ഒന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തോട്ടെ, ഞാൻ ഇനി കെയർ ചെയ്തോളാം എന്ന് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, ഓക്കെ എനിക്ക് കുഴപ്പമില്ല, നീ ഓക്കെ ആണെങ്കിൽ നീ ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെയുള്ള ഒരു ചേച്ചീൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഇറ്റ് വാസ് സൂപ്പർ എന്ന് പറയാം. ഞാൻ ഈ പ്രാവശ്യം 2 പ്രാവശ്യം ചെയ്തതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം വേറൊന്നുമല്ല, നമ്മളിത് ചെയ്താൽ മാത്രം പോരാ, ഇതിൻ്റെ മെയിൻ്റെനൻസ് ചെയ്യണം. ഒരു ട്രീറ്റ്മെൻ്റ് ആണ് നമ്മളിപ്പോൾ ഈ ഹെയറിൽ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റും നമ്മളുടെ മീത്ത്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കുവാണെങ്കിൽ നമ്മൾ അതിന് മെഡിസിൻസ് കഴിക്കും അല്ലേ. ഇപ്പം ഹെയറിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളത് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ അതിന് മെഡിസിൻ കഴിക്കും. അതിനാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് അത് കുറഞ്ഞു വരുന്നത്. ഈ ഒരു സെയിം പാറ്റേൺ ആണ് ഈ ഹെയറിൽ വരുന്നത്. നമ്മൾ ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ബൊട്ടോക്സോ അല്ലെങ്കിൽ സ്മൂത്തനിങ്ങോ സ്ട്രെയിറ്റനിങ്ങോ ഒക്കെ ചെയ്താലും നമ്മൾ അതിന് പ്രോപ്പറായിട്ടുള്ള മെയിൻ്റെനൻസ് കൊടുത്തില്ലെങ്കിൽ മക്കളെ, എനിക്ക് പണി കിട്ടിയ പോലെ നിങ്ങൾക്കും പണി കിട്ടും. അപ്പോൾ ഞാൻ എടുത്ത സിയം ബ്രാൻഡിൻ്റെ തന്നെ ഷാമ്പും കണ്ടീഷണറും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല കിടിലനാണ്. പിന്നെ ഞാനിപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ എനിക്ക് എൻ്റെ മുടി ഒന്നാമത് പറന്ന് കഴിയുമ്പോൾ ഞാൻ സ്ട്രൈറ്റനിങ് അല്ല ചെയ്തിരിക്കുന്നത്, സ്മൂത്തനിങ് ആണ്. ഒരു പ്രാവശ്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, സ്മൂത്തനിങ് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പറന്ന് നിൽക്കാൻ, അതായത് നമ്മുടെ ഹെയറിനെല്ലാം, അതായത് സ്ട്രെയിറ്റ് എന്ന് പറയുമ്പോൾ ചപ്പാത്തി പോലെ എടുക്കുന്നില്ല. ഒരു മിനിറ്റ്, ഇടയ്ക്ക് കുട്ടികൾ വന്നിങ്ങനെ എന്നെ വിളിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഔട്ട് ആവുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ സെയിം ഷാമ്പു കണ്ടീഷണർ എടുത്തു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഹെയറും വെച്ച് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്തങ്ങനെ ഹെയർ ആണ്, നമ്മൾക്കറിയാം പുറത്ത് വരുന്ന ഒരുപാട് ഡസ്റ്റ് പാർട്ടിക്കിൾസും എല്ലാവിധ ഡേർട്ടും കൂടി നമ്മുടെ ഹെയറിലേക്ക് കയറും. പിന്നെ വരുന്ന ഒരുപാട് കംപ്ലൈൻസ് നമ്മുടെ ഹെയറിന് വരും. അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള കൺട്രോളിങ്ങിന്, അതായത് ഡേർട്ട് പാർട്ടിക്കിൾസ് ഒന്നും വരാണ്ടിരിക്കാനുള്ള പരമാവധി റിക്വയർമെന്റ്സ് നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷാമ്പു കണ്ടീഷണർ സെയിം ബ്രാൻഡ്, നമ്മൾ ഏത് സ്മൂത്തനിങ് ബ്രാൻഡിൻ്റെ ആണോ ചെയ്തിരിക്കുന്നത് ആ സെയിം ബ്രാൻഡിൻ്റെ ഷാമ്പു കണ്ടീഷണർ യൂസ് ചെയ്യാൻ വിചാരിക്കുക. വീക്ക്ലി വൺസ് ഒക്കെ ചെയ്താൽ മതി, എല്ലാ ദിവസമായിട്ട് ചെയ്യണമെന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പുറത്തേക്ക് പോവുകയാണെങ്കിൽ ജസ്റ്റ് അപ്ലൈ സിറം, ഹെയർ സിറം അപ്ലൈ ചെയ്താൽ നമ്മൾക്ക് നല്ല ഒരു ഫിനിഷിങ്ങും കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഹെയറിലേക്ക് വരുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസിന്റെ എണ്ണം കുറയ്ക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സിറം, അതായത് സൂപ്പറാണ്. സൂപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 out of 100 ഈ ഒരു സിറമിന് കൊടുക്കാൻ പറ്റും. നിങ്ങളൊരു സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നവരാണോ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ മസ്റ്റ് ബൈ ദിസ് സിറം. അത്ര സൂപ്പറാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ആ സിറം വരുന്നത്. മേ ബി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സിറം ആയിരിക്കാം. ഓക്കെ, ഇത് വന്നിട്ട് ലോറിയലിൻ്റെ ആണ്. ലോറിയൽ പാരീസിന്റെ എക്സ്ട്രാ ഓർഡിനറി ഓയിൽ സിറമാണിത്. വിത്ത് 6 precious floral oils, extraordinary. ഓക്കെ, ലോറിയൽ പാരീസിന്റെ ആണ് ഈ ഒരു സിറം വരുന്നത്. ഓക്കെ, ഇപ്പൊ എന്റെ ഹെയർ ഇത്രയും ഫ്രിസി ആണ്. ഞാൻ ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടില്ല, ഇപ്പൊ ഇത് ഇത്തിരി പറന്ന് നിൽക്കല്ലേ. ഞാൻ ജസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഞാൻ മോർണിംഗ് എഴുന്നേറ്റിട്ടുള്ള എൻ്റെ ഒരു കോലമാണ് കേട്ടോ ഇത്. ഓക്കെ, ഞാൻ ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഷൈനിങ്ങും ഇതിൻ്റെ ഒരു ഫിനിഷിങ്ങും ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് ഒരുപാടൊന്നും എടുക്കണ്ട, നമ്മുടെ ഹെയർ ഒന്നാമത് ഇത്രയല്ലേ ഉള്ളൂ എനിക്ക്.
ഒരുപാടുണ്ടെങ്കിൽ അതനുസരിച്ചെടുക്കാം. ഓക്കെ, ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റി ആണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. നല്ല സ്മെല്ലാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും ഒരു ഷൈനിങ് ഇല്ലേ, നല്ലൊരു ഷൈനിങ് ഫിനിഷ് കാണുന്നില്ലേ? ഓക്കെ, ഇതൊരു ഓയിലല്ല കേട്ടോ, ഇത് സിറോ ആണ്, ഓയിലല്ല. കുറെ പേര് കൊണ്ട് വരും ഓയിലാന്ന് പറഞ്ഞിട്ട്. കണ്ടില്ലേ, ഇപ്പൊ ഇതിന് മുമ്പ് കിടന്ന ഹെയറും ഈ ഒരു ഹെയറും തമ്മിൽ നല്ല ഒരു ഫിനിഷിങ് ലുക്ക്. നമുക്ക് ഈ സിനിമ ആക്ട്രസിന്റെ ഒക്കെ പോലെ നമ്മുടെ ഹെയർ നല്ല രീതിയിൽ ഫിനിഷിങ് ലുക്കില് നമുക്ക് കിട്ടും. കണ്ടില്ലേ, കണ്ടോ, കിഡിലനാണ്. അപ്പൊ നിങ്ങൾ മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ലോറിയൽ പാരീസിന്റെ ഈ ഒരു സിറം. ഓക്കെ, അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ ആണെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡ്രോബാക്ക് ഉണ്ടെങ്കിൽ അതും കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. കാരണം വേറൊന്നുമല്ല, ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് യാതൊരുവിധ ഡ്രോബാക്കും എനിക്ക് പറയാനില്ല. അപ്പൊ ഇനി ഈവൻ എനിക്ക് എല്ലാ ഹെയർ ടൈപ്പിനും ഇത് ചേരുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോടും കുറിച്ചിട്ട്. എൻ്റെ ഇത്തിരി ഡ്രൈ ഹെയർ പോലത്തെയാണ്. അപ്പോൾ ഈ ഓയിലി ടൈപ്പ് ഹെയർസിന് ഇത് എത്രത്തോളം സൂട്ട് ആവുമെന്ന് എനിക്കറിയില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് പോയി ജസ്റ്റ് കമന്റ് ചെയ്യുക യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾ ഏത് സിറം വാങ്ങണോ ഹെയറിന് വെച്ച് ഡൗട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കമന്റ് ചെയ്യുക. ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി, ഞാൻ കമന്റ് ബോക്സിൽ വന്നിടാം. ഓക്കെ, അപ്പൊ അത്രയുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ കൊച്ചു വീഡിയോ അല്ല, പക്ഷെ ഇത്തിരി ലോങ് ആയി എനിക്കറിയാം. പക്ഷെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ ശരിക്കും ഇത്തിരി ലോങ് ആയാലും കുഴപ്പമില്ല. കാരണം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയണം. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ കൊച്ചു കൊച്ചു വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ഓൺ മൈ ചാനൽ ടോണി അസം അൺലിമിറ്റഡ്.